ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചീസി എഗ് നെസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബണ്ണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സും കൊണ്ട് നമ്മളൊരു ബണ്ണിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്കൊന്ന് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണ് നമുക്ക് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട എടുത്ത് ഒരു ബുൾസ മാതിരി ഇതുപോലെ നമുക്ക് ഈ ഒരു ഹോളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിങ്ങനെ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ബുൾസയുടെ മുകളിലിടുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ചീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മൊസറല്ല ചീസാണ്. നിങ്ങൾക്ക് സ്ലൈസ്ഡ് ആയിട്ടുള്ള ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസോ എന്ത് സോസ് വേണമെങ്കിലും ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ അകത്ത് ഇതൊന്നും ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ മൊസറല്ല ചീസിൻ്റെ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകൾവശം മുട്ടയുടെ അകവശം നന്നായിട്ട് കവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് അത് ചീസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ബണ്ണിൻ്റെ അങ്ങേ സൈഡ് നമുക്കിതിലേക്ക് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ആ ഒരു സൈഡും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ബണ്ണിൻ്റെ താഴ്വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അടപ്പെടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ആ സൈഡൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി അടപ്പെടുത്തതിന് ശേഷം നമുക്ക് താഴ്വശം കൂടെ മുകൾവശം കൂടെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. അപ്പോൾ നന്നായിട്ട് നമുക്ക് എഗ്ഗിൻ്റെയൊക്കെ ഇത് കാണാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് ഒന്നുകൂടെ താഴ്വശം ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് നമ്മൾ അടപ്പെടുത്തിട്ട് ഒന്നും കൂടെ 1-2 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസി എഗ് നെസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.